സ്വർണ്ണക്കടത്തിൽ ട്വിസ്റ്റ്. ഇനി എന്തു ചെയ്യും മല്ലയ്യ എന്നാണ് രേണു സുധിയും മാനേജറും ചോദിക്കുന്നത്. വിദേശത്തേക്ക് രേണു പോകുന്നത് സ്വർണം കടത്താനും കള്ളക്കടത്ത് നടത്താനുമാണെന്ന ആരോപണത്തിന് കട്ട മറുപടിയാണ് രേണു സുധി നൽകിയത്. 4 പോസ്റ്റുകളാണ് രേണുവിൻ്റെ മാനേജർ പോസ്റ്റ് ചെയ്തത്. രേണുവും മാനേജറും ശരീരം മുഴുവൻ സ്വർണം ധരിച്ചു നിൽക്കുന്ന ഫോട്ടോയാണ് പങ്കുവച്ചിരിക്കുന്നത്. ഞങ്ങളെക്കൊണ്ട് ഇത്രയേ കടത്താൻ പറ്റിയുള്ളൂ എന്ന് ഇമേജിൽ രേണു സുധി കുറിച്ചിട്ടുമുണ്ട്. ഒപ്പം കൊച്ചി എയർപോർട്ടിലെ കസ്റ്റംസ് ഓഫീസർമാരും പോലീസ് ഏജന്റുമാരുമെല്ലാം അവിടെ ഊഞ്ഞാലാടാൻ ഇരിക്കുന്നത് കൊണ്ട് സ്വർണ്ണക്കടത്ത് എളുപ്പമാണ്. ഇന്ന് ഇത്രയേ കൊണ്ടുവരാൻ പറ്റിയുള്ളൂ. സോറി ഗെയ്സ്, അടുത്ത പ്രാവശ്യം നോക്കാം എന്നും രേണു സുധി ആദ്യ പോസ്റ്റിൽ കുറിച്ചു. പിന്നാലെ നിരവധി പേരാണ് കമൻറ്റുകളുമായി രംഗത്തെത്തിയത്. രണ്ടാമത്തെ പോസ്റ്റ് കുറച്ചുകൂടി രസകരമായിരുന്നു. ഹലോ ഗെയ്സ്, ഇന്നലത്തെ പോലെ അല്ല, ഇന്ന് കിരീടം വരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലെ എന്നോട് സ്വർണം ആവശ്യപ്പെട്ടവർ ഇൻബോക്സിൽ വന്ന് കമൻ്റ് ഇടണേ. ഇപ്രാവശ്യം ഓഫീസർമാർക്ക് കുറച്ച് കൊടുക്കേണ്ടി വന്നു. എന്നാലും സാരമില്ല, നാളെ വീണ്ടും കൊണ്ടുവരാമല്ലോ. ഓഫീസർമാർ തമ്മിൽ നല്ല ഊഞ്ഞാലാട്ടം നടക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. സ്വർണം വേണ്ടവർ ലൈക്കും കമൻറ്റും തന്നേ. മൂന്നാമത്തേത് വീഡിയോ ആയിരുന്നു. ഇതിലൊരു കിടിലം വീഡിയോ ആണ്, കാണണം. ഞങ്ങളെ കസ്റ്റംസ് പൊക്കി ഗെയ്സ്, പറ്റിച്ചേ, എല്ലാവരെയും പറ്റിച്ചേ. ദുബായ് വെടിവഴിപാട് എങ്ങനെ വെളുപ്പിക്കും സജീന മാഡം, ഗോൾഡ് വിഷയം വിടൂ, 2 ദിവസം ആയിട്ടും ഒരു സ്ക്രിപ്റ്റും എന്നായിരുന്നു പോസ്റ്റ്. താത്തയുടെ മാസ്റ്റർ പ്ലാൻ. ഫേസ്ബുക്കിലും യൂട്യൂബിലും വ്യൂസ് കൂട്ടാൻ പുതിയൊരൈറ്റവുമായി താത്ത ഇറങ്ങി. വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഓഫീസറെ വിളിച്ച് അതീവ രഹസ്യമായി പറഞ്ഞു, സാർ, എന്റെ പ്രവചനം ഒരിക്കലും തെറ്റാറില്ല. ഇന്ന് ഗൾഫിൽ നിന്നെത്തുന്ന ആ 2 സ്ത്രീകൾ സ്വർണ്ണക്കടത്ത് സംഘത്തിലെ പ്രധാനികളാണ്. ദേഹം മുഴുവൻ സ്വർണം ഒളിപ്പിച്ചിരിക്കുമെന്നുവരെ ഉറപ്പിച്ചു പറഞ്ഞു. വിശ്വസിച്ച ഓഫീസർ വലവിരിച്ചു. ബ്രേക്കിംഗ് ന്യൂസ് വരാനിരിക്കുന്ന ആവേശത്തിൽ താത്തയ്ക്കും ഉറക്കമില്ലായിരുന്നു. പുറത്ത് യൂട്യൂബർമാർ മൈക്കുമായി ഓടിയെത്തുമ്പോൾ ഓഫീസർ തലയിൽ കൈവച്ചു പറഞ്ഞു, ഓ മൈ ഗോഡ്, ആ താത്ത എന്നെയും പറ്റിച്ചു, നിങ്ങളെയും പറ്റിച്ചു, നാടിനെയും പറ്റിച്ചു. ഇപ്പോൾ വന്നത് 4ാമത്തേതാണ്. അത് ആന്റി ക്ലൈമാക്സ് ആണ്. സാനിറ്ററി നാപ്കിനിൽ വരെ സ്വർണം കടത്തുന്ന ചിത്രമാണ് പങ്കുവച്ചത്. ഒപ്പം ഈ കമൻറ്റും, എത്രമാത്രം സേഫായിട്ടാണ് ഞങ്ങൾ കടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത്ര കൃത്യമായി ആരാണ് ഉദ്യോഗസ്ഥർക്ക് തെളിവ് കൊടുത്തത്? തെളിവ് സഹിതം ഞങ്ങളെ പൊക്കി. ഇനി ഉടനെ കടത്താൻ ഒന്നും പറ്റില്ല. എന്നാലും ഇത് വെളിച്ചത്ത് കൊണ്ടുവരാൻ ഇത്രയും റിസ്ക് എടുത്ത നാവായിക്കുളം ഉമ്മുമ്മയെ സമ്മതിക്കണം. പറയുന്നത് പ്രവർത്തിക്കുന്നതും എല്ലാം സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം ആയതുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് എളുപ്പമായി. ഇനി എന്തു ചെയ്യും മല്ലയ്യ എന്നാണ് അവസാനിപ്പിക്കുന്നത്. എല്ലാത്തിനും കമൻറ്റുകൾ കൊണ്ട് നിറയുന്നു.